ജീസസ് റെയിൻസ്. യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വെള്ളിയാഴ്ച പ്രഭാതത്തിലുള്ള ഈ ശുശ്രൂഷകളിൽ നിങ്ങൾ പങ്കാളികളാകുന്നതിൽ പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുവല്ലോ. പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിലും തിരുവചനത്തിലൂടെ നമ്മോട് സംസാരിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ അനേകരെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ വ്യത്യസ്തമാകുന്ന പ്രതികരണങ്ങൾ, ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ചിലർ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങൾ മൂലം ക്ഷീണിതരായിരിക്കുന്നു, മനസ്സിൽ അവർ തളർച്ച അനുഭവിക്കുന്നു, ഉത്സാഹരഹിതമായിട്ട് ജീവിതത്തെ കാണുന്നു. മാത്രമല്ല, ചിലരുടെ അധരങ്ങളിൽ നിന്ന് ചെറിയ പരാതികൾ ഉയരുന്നു. കർത്താവ് ഞങ്ങളിൽ തൽപരനല്ല, യേശു ഞങ്ങളിൽ തൽപരനല്ല, യേശുവിനോട് ഞാൻ വളരെ നാളുകളായി പ്രാർത്ഥിക്കുന്നു, എന്നാൽ എൻ്റെ കാര്യങ്ങളിലൊന്നും മെച്ചമായിട്ടുള്ളൊരു മാറ്റം എനിക്ക് കാണുവാൻ കഴിയുന്നില്ല. യേശുക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ശുഭമാകുന്ന കാര്യങ്ങൾ സംഭവിക്കണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ ഓരോ ദിനവും അനുഗ്രഹപൂരിതമായി തീരണം, സന്തോഷപൂരിതമായി തീരണം, സമാധാനം കൊണ്ട് നിറഞ്ഞ ദിവസമായിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കത് പ്രാപിക്കുവാൻ കഴിയാതെ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. ഈ വാക്യം ശ്രദ്ധിക്കുക. യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം, അതിൻ്റെ 2-ാമത്തെ വാക്യം. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യോഹന്നാന് അവിടെയുള്ള ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പ്രാണൻ എന്ന് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. ഇംഗ്ലീഷിൽ സോൾ എന്ന വാക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിന്റെ പ്രാണൻ ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും, നീ സകലത്തിലും പ്രോസ്പർ ആകണം. മാത്രമല്ല, നീ ആരോഗ്യമുള്ളവനായിരിക്കണം. സുഖമായും എന്ന് പറയുമ്പോൾ ബി ഇൻ ഹെൽത്ത് എന്നാണ് ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. ആ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുന്നു. 3 John and verse number 2, Beloved, I pray that you may prosper in all things. You may prosper in how many things? In all things. You may prosper in all things and be in health, just as your soul prospers. Prosper in all things. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. എല്ലാ മേഖലയിലും നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്നാണ് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാ മേഖലയിലും നമ്മൾ ശുഭമായിരിക്കണമെന്ന് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില കാര്യങ്ങളിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും നമ്മൾ ശുഭമായിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്. നല്ല മനസ്സമാധാനം, യേശുവിനെ പോലെയുള്ള സ്വഭാവം, ക്ഷമിക്കുവാനുള്ള മനസ്സ്, സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി. പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്. കുടുംബബന്ധത്തിൽ അഭിവൃദ്ധി, തലമുറകളുമായുള്ള ബന്ധത്തിൽ അഭിവൃദ്ധി. പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്. എല്ലാറ്റിലും നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കണം, എല്ലാറ്റിലും നിങ്ങൾ ശുഭമായിരിക്കണമെന്ന് യേശു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആൻഡ് ബി ഇൻ ഹെൽത്ത്. നിങ്ങൾ ശാരീരികമായി എന്നും രോഗം അനുഭവിക്കണമെന്നല്ല യേശു ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും മാറി മാറി രോഗങ്ങൾ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമല്ല. നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാകുന്നു. ശരീരങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു ഉപകരണമാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ നല്ല ആരോഗ്യം അവിടുന്ന് നൽകിത്തരും. ബി ഇൻ ഹെൽത്ത്. നല്ല സുഖമുള്ളവരായി, ശരീരത്തിൽ സുഖമുള്ളവരായി ജീവിക്കണമെന്ന് യേശു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് 2 കാര്യങ്ങളും
യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത്. ഇത് ഈ രണ്ട് കാര്യങ്ങളും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്, നിന്റെ പ്രാണൻ ശുഭമായിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയുന്നത്. ആരോഗ്യത്തോടുകൂടിയുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാണന്റെ മേഖലയിൽ ശുഭമായിരിക്കണം. പ്രിയനെ, നിന്റെ ആത്മാവ് അല്ലെങ്കിൽ പ്രാണൻ ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും ശരീരത്തിൽ സുഖം അനുഭവിക്കുന്നവനായും ഇരിക്കണം. ദൈവം ആഗ്രഹിക്കുന്നു. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കണമെങ്കിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് നിന്റെ പ്രാണൻ ശുഭമായിരിക്കണം. ഇവിടെയാണ് അനേകർ പ്രാണനുമായുള്ള ബന്ധത്തിലാണ് അനേകർ സംഘർഷം അനുഭവിക്കുന്നത്. ആ മേഖലയിൽ അവർക്ക് പ്രാണൻ എന്ന് പറയുമ്പോൾ പ്രാണനിൽ മനസ്സുണ്ട്. മനസ്സ് ചിന്തകളെ പുറപ്പെടുവിക്കുന്നു. മനസ്സ്, ചിന്തകൾ, വികാരങ്ങളുണ്ട്. പ്രാണനിൽ വ്യത്യസ്തമാകുന്ന വികാരങ്ങളുണ്ട്. അതോടൊന്നിച്ച് തന്നെ ഇച്ഛാശക്തി, തീരുമാനങ്ങളുണ്ട്, വിൽ. ഈ മൂന്ന് ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്ന് വരുന്നതാണ് മൈൻഡ്, ഇമോഷൻ ആൻഡ് വിൽ. ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്ന് വരുന്നതാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്. ആ പ്രാണന്റെ മേഖലയിൽ ശുഭതയില്ല. അവിടെ സംഘർഷങ്ങൾ, അവിടെ ഉയർച്ച താഴ്ചകൾ. അതാണ് അനേകർക്ക് പല മേഖലയിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്. എല്ലാ മേഖലയിലും നമ്മൾ ഓരോരുത്തരും, യേശു ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും അഭിവൃദ്ധി പ്രാപിക്കണമെന്നാണ്. എല്ലാ മേഖലയിലും നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്. എന്നാൽ പലർക്കും എന്തുകൊണ്ടാണ് എല്ലാ മേഖലയിലും അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയാതെ ഇരിക്കുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു, വളരെ കർത്താവിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പല മേഖലകളിലും ഒരു പ്രശ്നം വരുന്നു, മറ്റൊരു പ്രശ്നം വരുന്നു, ശരീരത്തിൽ രോഗം വരുന്നു, വേറൊരു രോഗം വരുന്നു. ഇങ്ങനെ ഒരിക്കലും പരിഹരിക്കുവാൻ കഴിയാത്ത നിലയിൽ, ഈ നിലയിലുള്ള നിഷേധാർത്ഥകമാകുന്ന, നെഗറ്റീവാകുന്ന സ്വാധീനങ്ങളാൽ നിങ്ങൾ ജീവിതത്തിലായിരിക്കുന്നു എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രാണന്റെ അസുഖങ്ങളാണ്. പ്രാണനിൽ ശുഭതയില്ല, പ്രാണനിൽ അസുഖങ്ങളുണ്ട്. അതാണ് ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ജീവിതത്തിൻ്റെ പല മേഖലകളിലും ശുഭത പ്രാപിക്കുവാൻ, ശുഭമായിരിക്കുവാൻ കഴിയാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ ഈ വാക്യം ശ്രദ്ധിക്കുക. മർക്കോസ് 11:25, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനാകുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന്. പലപ്പോഴും ജീവിതത്തിൽ പലവിധമാകുന്ന എതിർപ്പുകൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകളൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ പിഴകൾ, നമ്മിൽ വരുന്ന പാപസ്വഭാവങ്ങൾ, നമ്മിൽ വരുന്ന ജഡീകതകൾ അതിൻ്റെ പിന്നിലുണ്ട്. ഈ വാക്യം കൂടെ ശ്രദ്ധിക്കുക. 103-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നതിന് മുന്നമേ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. രോഗമെന്ന് പറയുന്നത് അകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ പാപത്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആകുന്നു. അതിനാലാകുന്നു വലിയവനാകുന്ന ദൈവം ഇവിടെ പറയുന്നത്, നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇനി മടങ്ങി മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 11-ാമത്തെ അധ്യായത്തിൽ അവിടെ ശ്രദ്ധിക്കുക, അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ. പ്രാണന്റെ മേഖലയിൽ ക്ഷമിക്കുവാൻ കഴിയുന്നുണ്ടോ? മറക്കുവാൻ കഴിയുന്നുണ്ടോ? കയ്പിപ്പോഴും പ്രാണന്റെ മേഖലയിലുണ്ടോ? മുൻകോപത്തെ ജയിക്കുവാൻ കഴിയുന്നുണ്ടോ? പക, വിരോധം പ്രാണനിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ?
മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ പ്രാണനിൽ പീഡനങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ? ആകുലതയുണ്ടോ? വ്യാകുലതയുണ്ടോ? ഭയമുണ്ടോ? സ്ട്രെസ്സുണ്ടോ? പിരിമുറുക്കമുണ്ടോ? ശ്രദ്ധിക്കുക. പ്രാണനിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ ഫലം എന്തായിരിക്കും? എല്ലാ മേഖലയിലും നിങ്ങൾക്ക് പ്രോസ്പർ ആകുവാൻ കഴിയത്തില്ല. യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ് ആൻഡ് ബി ഇൻ ഹെൽത്ത്. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രാപിക്കുവാൻ കഴിയത്തില്ല. ബൈബിൾ വായിക്കുവാൻ ഇരുന്ന് കഴിഞ്ഞാൽ ആ മേഖലയിൽ നിങ്ങൾക്ക് പ്രോസ്പർ ആകാൻ കഴിയത്തില്ല. ബൈബിൾ വായിക്കുമ്പോൾ ഏകാഗ്രത ലഭിക്കുകയില്ല. ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഏകാഗ്രത ലഭിക്കുകയില്ല. നിങ്ങൾക്ക് പ്രാർത്ഥനയിൽ പ്രോസ്പർ ആകുവാൻ കഴിയത്തില്ല. യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രോസ്പർ ആകും. നിങ്ങളുടെ ബൈബിൾ പഠനത്തിൽ നിങ്ങൾ പ്രോസ്പർ ആകും. അന്യഭാഷയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ പ്രോസ്പർ ആകും. യു മേ പ്രോസ്പർ ഇൻ ഓൾ തിങ്സ്. അത് സംഭവിക്കാതിരിക്കുവാൻ തക്കവണ്ണമായിട്ട് പ്രാണന്റെ മേഖലയിൽ മനസ്സിലുയരുന്ന ചിന്തകൾ, തിന്മ നിറഞ്ഞ വികാരങ്ങൾ, ഇതൊക്കെ പ്രാണന്റെ മേഖലയിൽ ആക്രമണം നടത്തുകയാണ് എങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ പരിശോധനകൾക്ക് വിധേയമാക്കുക. നിങ്ങളുടെ പ്രാണനെ പരിശോധനകൾക്ക് വിധേയമാക്കുക. പ്രാണനെ സൗഖ്യമാക്കുക. പ്രാണനിൽ ഒരു സൗഖ്യം സംഭവിക്കുകയും പ്രാണൻ പ്രോസ്പർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, ജസ്റ്റ് ആസ് യുവർ സോൾ പ്രോസ്പേഴ്സ്, നിങ്ങളുടെ പ്രാണൻ പ്രോസ്പർ ചെയ്യുകയാണെങ്കിൽ, പ്രാണൻ ദൈവത്തിൻ്റെ സ്വഭാവമുള്ള പ്രാണനായി തീരുമ്പോൾ, ക്രിസ്തുവിൻ്റെ മനസ്സിന് സമാനമാകുന്ന മനസ്സായിട്ട് നിങ്ങളുടെ മനസ്സ് തീരുമ്പോൾ, അവിടെയാണ് മറ്റു മേഖലകളിൽ അത്ഭുതം സംഭവിക്കുന്നത്. 16-ാമത്തെ സങ്കീർത്തനത്തിലെ ഒരു പരാമർശം ശ്രദ്ധിക്കുക. 16-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ഈ വാക്യം ഞാൻ വിശദീകരിക്കാം. എന്നാൽ അതിനു മുന്നമേ ഒരു ചെറിയ ഇടവേള. എല്ലാ പ്രഭാതത്തിലും 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ സന്ദേശം വാട്സപ്പിൽ അയക്കുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ റേഡിയോ ജീസസ് റെയിൻസ് റേഡിയോ ഇതുവരെയും അതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോകുക, ആപ്പ് സ്റ്റോറിലേക്ക് പോകുക, ജീസസ് റെയിൻസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് കൊടുക്കുക, ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എല്ലാ പ്രഭാതത്തിലും 4 AM ടങ്സ് പ്രെയർ ഉണ്ട്. ജോയിൻ ചെയ്യുക. മീറ്റിംഗ് ID സ്ക്രീനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതോടൊന്നിച്ച് എല്ലാ ബുധനാഴ്ചയും രാത്രി 10 മുതൽ 1 മണി വരെ നൈറ്റ് പ്രെയർ ഉണ്ട്. രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്യുക. വീണ്ടും സ്വാഗതം. സങ്കീർത്തനം 16-ന്റെ 8-ാമത്തെ വാക്യം അത് അപ്പോസ്തല പ്രവൃത്തിയിലും പരാമർശിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് 2-ാമത്തെ അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ പത്രോസ് ഈ വാക്യം ഉദ്ധരിച്ച് അവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഇതൊരു ജീവിതത്തിൽ ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വളർച്ചയാണ്. യേശു ക്രിസ്തുവിനെ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. 24 hours ജീസസ് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുക. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കിയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എപ്പോഴും കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ നാവ് ആനന്ദിച്ച്, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. ഹൃദയത്തിനകത്ത് സന്തോഷം, നാവിനകത്ത് ദൈവഹിതപ്രകാരമുള്ള വാക്കുകൾ, ശരീരത്തിൽ ദൈവഹിതപ്രകാരമുള്ള നല്ല ഫലങ്ങൾ. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ നാവ് ആനന്ദിച്ച്, എൻ്റെ ജഡവും പ്രത്യാശയോട് വസിക്കും. ആ വാക്യം നമുക്ക് സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാം. സങ്കീർത്തനം അതിൻ്റെ 16-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം, ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച്, എൻ്റെ മനസ്സാനന്ദിക്കുന്നു.
അവിടെ മനസ്സെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. ഹൃദയം, മനസ്സ്, ശരീരം, 3 മേഖലകളിലും സന്തോഷം, ദൈവഹിതപ്രകാരമുള്ള വാക്കുകൾ, മാത്രമല്ല ശരീരത്തിൽ ദൈവത്തിൻ്റെ നല്ല ഫലങ്ങൾ. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സാനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. എന്തുകൊണ്ട്? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ജീസസ് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുക. എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ യേശുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട്, യേശുവിൻ്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, ആവർത്തിച്ച് യേശുവിനെക്കുറിച്ചുള്ള ചിന്തകൾ, മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോഴും യേശുവിൻ നാമത്തിൽ അത് ചെയ്ത് ഓരോ നിമിഷവും 24 hours a day ജീസസ് ഫോക്കസ്ഡ് ആയിട്ട് ജീവിക്കുക. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നുമില്ല. വേറെ ആരെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാനോ വേറെ ആരിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനോ നമുക്കവിടെ കഴിയുകയില്ല. അവിടെ ഒരു ദൂതനെ കാണുമ്പോഴൊന്നും നമുക്ക് വലിയ അത്ഭുതവും തോന്നത്തില്ല. ഇന്നിപ്പോൾ ഭൂമി വെച്ച് നമ്മളൊരു ദൂതനെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു അത്ഭുത വാർത്തയായിത്തീരും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശ്രദ്ധ 100% എപ്പോഴും യേശു ക്രിസ്തുവിൽ മാത്രമായിരിക്കും. ആമേൻ, ഹല്ലേലൂയ. അത് ഇവിടെ തന്നെ പ്രായോഗികമാക്കുക. ഞാൻ എപ്പോഴും യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ പ്രാണനിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഈ പഴയ നിയമത്തിൽ തന്നെ ഈ വെളിപ്പാടുകൾ, ഇത് വളരെ അത്ഭുതകരമല്ലേ. ഞാൻ അല്പം മുൻപ് വായിച്ച 103-ാമത്തെ സങ്കീർത്തനത്തിലെ ആ ഭാഗം എന്ന് പറയുന്നത് എത്ര ശക്തമാകുന്നു. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇത് ക്രൂശിന് മുൻപാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് ഈ വാഗ്ദാനമുണ്ടോ? ദൈവത്തിൽ ആശ്രയിച്ച പഴയ നിയമത്തിലെ പ്രിയപ്പെട്ടവർക്ക് ഈ വാഗ്ദാനമുണ്ടോ? സകല രോഗങ്ങളെയും സൗഖ്യമാക്കുമെന്നുള്ള വാഗ്ദാനമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ വാഗ്ദാനം പുറപ്പെടുന്നത് ക്രൂശിലൂടെയല്ലേ? ക്രൂശിലല്ലേ അവിടുന്ന് നമ്മുടെ സകല രോഗങ്ങളെയും വഹിക്കുകയും നമ്മുടെ വേദനകളെയും ചുമക്കുകയും ചെയ്തത് ക്രൂശിലല്ലേ? അവിടെ നിന്നല്ലേ ഈ സൗഖ്യം പുറപ്പെടുന്നത്? അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനമൊക്കെ എഴുതിയ പ്രിയപ്പെട്ടവർ ക്രൂശിനെ ആത്മാവിൽ കണ്ടിരുന്നു. അവർക്ക് ക്രൂശിൻ്റെ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് അബ്രഹാം മോറിയാമലയിലേക്ക് കയറിപ്പോകുന്ന സന്ദർഭത്തിൽ യഹോവ ഇരേ എന്ന് പറയുമ്പോൾ മകൻ ചോദിക്കുകയാണ്, അപ്പാ വിറകുണ്ട്, കത്തിയുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്, തീയുണ്ട്, എന്നാൽ ഹോമയാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് ചോദിക്കുമ്പോൾ യഹോവ ഇരേ എന്ന് പറയുന്ന ആ ഭാഗം, അതിൻ്റെ റൂട്ട് വേർഡിലേക്ക് പോകുമ്പോൾ ഞാൻ യഹോവയെ കാണുന്നു. അല്ലെങ്കിൽ അബ്രഹാമിന് അവിടെ ക്രൂശിൻ്റെ ഒരു വെളിപ്പാട് ലഭിച്ചില്ലേ? ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി ഒരു പകരക്കാരനുണ്ട്, എൻ്റെ മകനാകുന്ന ഇസഹാക്കിന് വേണ്ടി ഒരു പകരക്കാരനുണ്ട് എന്നുള്ള വെളിപ്പാട് അബ്രഹാമിന് ലഭിച്ചിരുന്നില്ലേ? അവരുടെ മേലെല്ലാം വ്യാപരിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ക്രൂശിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ കൃപ പഴയ നിയമത്തിൽ പല ഭക്തന്മാരുടെ മേലും വ്യാപരിച്ചത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന് നല്ല ഉദാഹരണമാണ് അബ്രഹാം എന്ന് പറയുന്നത്. മറ്റൊരു ഉദാഹരണമാണ് ദാവീദ് എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ ദാവീദ് ഇവിടെ ഈ ഭാഗത്ത് എഴുതുന്നത്, നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഇത് ക്രൂശിനെ കുറിച്ചുള്ള വെളിപ്പാടല്ലേ? അകൃത്യമൊക്കെയും മോചിക്കുന്നത്. പഴയ നിയമത്തിൽ അകൃത്യമെല്ലാം മോചിക്കപ്പെടുവാൻ വേണ്ടി എന്തെങ്കിലും ഉപാധി ഉണ്ടായിരുന്നു, മറയ്ക്കുവാൻ വേണ്ടി ഉപാധി ഉണ്ടായിരുന്നു. യാഗങ്ങളിലൂടെ അവർക്ക് പാപത്തെ മറയ്ക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ മോചിക്കുവാൻ വേണ്ടി, മായ്ച്ചു കളയുവാൻ വേണ്ടി കാൽവറി ക്രൂശ് മാത്രമേ ഉള്ളൂ. ക്രൂശിലൂടെ മാത്രമേ അകൃത്യത്തെ മോചിക്കുവാൻ കഴിയുകയുള്ളൂ. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുവാൻ കാൽവറി ക്രൂശിലൂടെയാണ് ആ സാധ്യത പുറപ്പെടുന്നത്. ദാവീദിനപ്പോൾ ക്രൂശിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിച്ചിരുന്നു എന്ന് വ്യക്തം. യിശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ പ്രവാചകന് ക്രൂശിനെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിച്ചില്ലേ? ദാവീദിന് 103-ാം സങ്കീർത്തനം മാത്രമല്ല, 22-ാമത്തെ സങ്കീർത്തനം. 22-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശിൻ്റെ ചിത്രീകരണമല്ലേ? യേശുവിൻ്റെ ക്രൂശിൻ്റെ വെളിപ്പാടുകളാണ് 22-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. എങ്ങനെ ദാവീദ് 22-ാം സങ്കീർത്തനം എഴുതി? അവർക്ക് ക്രൂശ് വെളിപ്പെട്ട് കിട്ടിയിരുന്നു എന്ന് വ്യക്തം.
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം. പ്രവാചകൻ ഇതാ കർത്താവിൻ്റെ ക്രൂശ് 53-ാമത്തെ അധ്യായത്തിൽ ക്രൂശിൻ്റെ മനോഹരമാകുന്ന വിശദീകരണങ്ങൾ പ്രവാചകൻ ഇതാ എഴുതി വച്ചിരിക്കുന്നു. പ്രവാചകൻ അപ്പോൾ ക്രൂശ് വെളിപ്പെട്ട് കിട്ടിയിരുന്നില്ലേ? അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. ഇതാ ശ്രദ്ധിക്കുക, യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചു ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രൂശിന് മുന്നേ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുന്നമേ പ്രവാചകൻ ഇതാ ക്രൂശിനെ കുറിച്ച് പ്രവചിക്കുകയാണ്. ക്രൂശിനെ കണ്ടുകൊണ്ട് പ്രവചിക്കുകയാണ്. ആത്മാവിൽ ക്രൂശിനെ കണ്ടുകൊണ്ട് പ്രവചിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. അവർക്ക് ഈ സാധ്യതകളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ലഭിക്കുകയും അവരിൽ പലർക്കും ഈ സാധ്യതകൾ, ക്രൂശിൻ്റെ സാധ്യതകൾ അനുഭവിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഭവിക്കുവാൻ, പ്രവൃത്തിയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ന്യായപ്രമാണമുള്ള ജനതയുടെ നടുവിൽ ചിലർക്ക് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കുകയും കൃപയിലൂടെ സാധ്യതയുള്ള ആ വലിയ പോസിബിലിറ്റീസിനെ അവർക്ക് സ്വന്തമാക്കുവാൻ, അത് അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്തു എങ്കിൽ എത്രയധികമായിട്ട് പുതിയ നിയമവിശ്വാസി നിങ്ങളുടെ എല്ലാ മേഖലകളിലും ക്രൂശിൻ്റെ സാധ്യതകൾ, ക്രൂശിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ സാധ്യതകളെയും നിങ്ങളുടേതാക്കി തീർക്കുവാൻ കഴിയും. ആ തിരിച്ചറിവിലേക്ക് വരിക. അതിന് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് നിങ്ങളുടെ പ്രാണൻ്റെ മേഖലയെന്ന് പറയുന്നത്, മനസ്സിൻ്റെ മേഖല. ഈ മനസ്സിനകത്ത് ഉയരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, ദൈവത്തിന് എന്നിൽ താല്പര്യമില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല, റിഗ്രറ്റുകളെ പുറത്താക്കുക, പരാതികളെ പുറത്താക്കുക, പരിഭവങ്ങളെ പുറത്താക്കുക, മടുപ്പുകളെ പുറത്താക്കുക. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭ്യമാകുന്ന സത്യങ്ങളെ മനസ്സിൽ നിറയ്ക്കുക. എപ്പോഴും മനസ്സിൽ യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുക. ആമേൻ. സന്തോഷത്തെ സ്വീകരിക്കുക, സന്തോഷം കൊണ്ട് നിറയുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ആവർത്തിച്ച് ഏറ്റുപറയുക. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക. യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം 2-ാമത്തെ വാക്യം, എൻ്റെ പ്രാണൻ ശുഭമായിരിക്കുന്നത് പോലെ ഞാൻ സകലത്തിലും ശുഭമായിരിക്കണമെന്നാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനത് പ്രാപിക്കുവാൻ എൻ്റെ മനസ്സിനെ സൗഖ്യമാക്കുന്നു. ആ മേഖലയിൽ ഞാൻ എൻ്റെ സോളിനെ സൗഖ്യമാക്കുന്നു. എൻ്റെ സോൾ ആ മേഖലയിൽ പ്രോസ്പർ ചെയ്യുവാൻ പോകുകയാണ്. എൻ്റെ സോൾ ആ മേഖലയിൽ ശുഭമായിരിക്കുവാൻ പോകുകയാണ്. എൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ സകലത്തിലും ഞാൻ ശുഭമായിരിക്കുവാൻ പോകുന്നു. മാത്രവുമല്ല, ഞാൻ ശരീരത്തിൽ സുഖം അനുഭവിക്കാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന അനേകരെ പരിശുദ്ധാത്മാവ് വെളിപ്പാടിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ എല്ലാ മേഖലയിലും പ്രോസ്പർ ആകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന പ്രോസ്പർ ആകണം, നിങ്ങളുടെ വചനധ്യാനം പ്രോസ്പർ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സമാധാനത്തിൽ നിങ്ങൾ പ്രോസ്പർ ആകണമെന്ന് കർത്താവാകുന്ന യേശു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സന്തോഷത്തിൽ പ്രോസ്പർ ആകണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ നിങ്ങൾ പ്രോസ്പർ ആകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ പരിശോധനകൾക്ക് വിധേയമാക്കുക. പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരിഹരിക്കുവാൻ തയ്യാറാകുക. ദൈവരാജ്യ സംബന്ധമായി നിങ്ങൾ വിതയ്ക്കുന്നുണ്ടോ? ദശാംശം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? പരിശോധനയ്ക്ക് വിധേയമാക്കുക. അനേകരുടെ ജീവിതത്തിൽ വചനത്തിലെ പ്രധാനപ്പെട്ട സത്യങ്ങൾ നടപ്പിലാക്കാതെ വരുന്നത് കൊണ്ടാണ് അവരുടെ മുൻപിൽ തടസ്സങ്ങൾ വരുന്നത്. വിതയ്ക്കുന്നില്ലെങ്കിൽ വിതയ്ക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ദശാംശം കൊടുക്കുന്നില്ലെങ്കിൽ കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ പ്രോസ്പർ ആകണമെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിങ്ങളവിടെ സുഭിക്ഷതയുള്ളവരായി തീരണം. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന നിലയിൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ തക്ക സമയങ്ങളിൽ നടപ്പിലാക്കുവാൻ കഴിയുന്ന നിലയിൽ ആ മേഖലയിൽ നിങ്ങൾ ശുഭതയുള്ളവരായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു.
പ്രാണനിലെ പരാതികളെ പുറത്തു കളയുക, അവിശ്വാസത്തെ പുറത്തു കളയുക. പകരം ദൈവത്തിൻ്റെ വചനം പ്രാണനിലേക്ക് സ്വീകരിച്ചതിന് ശേഷം അത് വാഗൊണ്ട് ഏറ്റുപറയുക. ഇതാ, നിങ്ങളെല്ലാ മേഖലയിലും പ്രോസ്പർ ആകുവാൻ പോകുന്നു. മാത്രവുമല്ല, നിങ്ങളുടെ ശരീരത്തിൽ അവിടുത്തെ സൗഖ്യം യേശുവിൻ നാമത്തിൽ വെളിപ്പെടും. ഇപ്പോൾ രോഗം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. രോഗമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ്, സ്വതന്ത്രമാക്കുവാൻ വേണ്ടിയാണ് യേശു ആഗ്രഹിക്കുന്നത്. രോഗത്തിൽ നിന്ന് സൗഖ്യം നൽകി തരുവാനും ആരോഗ്യത്തിൽ ആക്കുവാനുമാണ്, ആരോഗ്യത്തിൽ നിങ്ങൾ തുടരുന്ന നിലവാരത്തിലേക്ക് എത്തിക്കുവാനുമാണ് യേശു ആഗ്രഹിക്കുന്നത്. ഈ വാക്യം യോഹന്നാൻ എഴുതിയ 3-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ, Beloved, I pray that you may prosper in all things and be in health, just as your soul prospers. വിശ്വസിച്ച് സ്വീകരിക്കുക, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവാകുന്ന യേശു നിങ്ങളെ സ്പർശിക്കുവാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തിൽ തന്നെ ഒരു മഹാത്ഭുതം അങ്ങയുടെ ജനത്തിനു വേണ്ടി ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിൽ പറയുന്നത് പോലെ You may prosper in all things and be in health. എല്ലാ മേഖലയിലും ശുഭമായിരിക്കണമെന്നാണ് യേശു ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പ്രിയപ്പെട്ടവർക്ക് അത് തന്നെ ഇന്ന് ഈ വചനത്തിലൂടെ വെളിപ്പെട്ട് കിട്ടുവാനും ആ വെളിപ്പെട്ട് കിട്ടുന്ന സത്യം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുവാനും തക്കവണ്ണം യേശുവരെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാണനിൽ ഇപ്പോൾ ഒരു വലിയ മാറ്റം സംഭവിക്കട്ടെ. പ്രാണന്റെ കേടുകൾ പരിഹരിക്കപ്പെടട്ടെ. പ്രാണൻ സൗഖ്യമാകട്ടെ. മനസ്സ്, വികാരങ്ങൾ, ഇച്ഛാശക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. വലിയ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ രോഗികൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. മനസ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഭയം യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ പിരിമുറുക്കം യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. സമാധാനവും സന്തോഷവും പകരണം കർത്താവേ. ശരീരങ്ങൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. സാമ്പത്തിക മേഖലയിൽ ശൂന്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ വരുമാന മാർഗം കർത്താവെ തുറന്നു കൊടുക്കണമേ. വർധനവുകളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കട്ടെ. അതിശയങ്ങൾ അങ്ങയുടെ ജനത്തിനു വേണ്ടി അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്. അത്ഭുതകരം. ദൈവത്തിൻ്റെ ശക്തിയേറിയ സ്പർശനം നിങ്ങൾ അനുഭവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവാകുന്ന യേശു നിങ്ങളുടെ കൂടെയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദിസ് എപ്പിസോഡ്. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. ആമേൻ.